ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഭേദഗതിയോടുകൂടിയ ഒരു നിർദ്ദേശം പരിഗണനയ്ക്ക് വരുന്നത് അന്ന് നടത്തിയ ഭേദഗതി നിർദ്ദേശങ്ങളിൽ 2019 വീണ്ടും അത് പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ നടപടിക്രമങ്ങളും മുമ്പോട്ട് പോയില്ല. പക്ഷേ വനനിയമത്തിൽ ഭേദഗതി ഉണ്ടാകണമെന്നത് പല കോണുകളിൽ നിന്നുണ്ടായ ആവശ്യമാണ്. കാരണം 61 നിയമമാണ്. അപ്പോൾ കാലോചിതമായ പരിഷ്കാരം എല്ലാ നിയമത്തിലും ഉണ്ടാകുന്നത് പോലെ വനനിയമത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഭേദഗതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഭേദഗതി ആണ് കരട് ബില്ലായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ പല കോണുകളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനമുണ്ടായി. ആ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുകയും ആ തീരുമാനം ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ വന്നൊരു പ്രശ്നം, അത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലുള്ളത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് ഒരു പരാതി ഉയർന്നു വന്നു. മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു. അപ്പോഴേക്കും കുറേയേറെ പരാതികൾ അത് സംബന്ധിച്ച് ലഭിക്കുകയുണ്ടായി. ആ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇതിൽ ന്യായമായ ഏത് ഭേദഗതിക്കും ഏത് മാറ്റത്തിനും ഗവൺമെന്റ് തയ്യാറാണ്. കാരണം ഇതിന്റെ ഉദ്ദേശം ജനങ്ങളെ ദ്രോഹിക്കലല്ല, കർഷകരെ ദ്രോഹിക്കലല്ല. കർഷകദ്രോഹകരമായ ഏത് വ്യവസ്ഥയും അതിനകത്തുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ സർക്കാർ ഒരുക്കമാണ് എന്ന നിലപാടാണ് വനം മന്ത്രിയും വനം വകുപ്പും സ്വീകരിച്ചത്. തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടും സമൂഹത്തോടും കൂടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ എന്ത് സംഭവിച്ചു? മലയോരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളല്ലാത്തവരും പ്രക്ഷോഭത്തിൽ വന്നു. അതിൽ പലർക്കും സതുദ്ദേശമല്ല. മലയോര മേഖലയിലെ ജനങ്ങളെ ഗവൺമെന്റിനെതിരായി തിരിക്കാനുള്ള ഗൂഢാലോചന അതിനകത്ത് നടക്കുന്നതായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നിലമ്പൂരിലൊരു പ്രക്ഷോഭം ആരംഭിച്ചത്. പിന്നീടത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഒരു സമരവുമായി മുന്നോട്ട് വന്നു. ഇപ്പോൾ UDF സമരവുമായി മുന്നോട്ട് വരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തി ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കുക എന്നത് ഞങ്ങളുടെ നിലപാടല്ല, നയമല്ല. അപ്പോൾ ഇതിലെ അനിവാര്യതകൾ ഇപ്പോൾ അത് ഒരു തർക്കത്തിൽ നിൽക്കുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് മലയോര ജനങ്ങളെ മനസ്സിൽ തീക്കോരിയിട്ട് അവരെ സർക്കാർ വിരുദ്ധരാക്കി മാറ്റുന്നതിനുള്ള രാഷ്ട്രീയതര സംഘടനകളുടെ ഗൂഢശ്രമത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഉചിതമല്ല എന്നാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ കാര്യം പലവട്ടം ഒന്നിലധികം തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതൊരു അത്യാവശ്യമായ നിയമനിർമ്മാണമല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അത്യാവശ്യമല്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഈ സർക്കാർ വിരുദ്ധ ശക്തികൾ നടത്തിയ പ്രചരണമാണ് ബലപ്പെട്ട് നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൂടി ആവശ്യമായ വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ മാത്രമേ സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ പിന്നോട്ട് പോയി എന്നൊരു നിലപാടില്ല. ഞാൻ നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പല സന്ദർഭങ്ങളുമുണ്ട്. ആ എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തി കുറ്റമറ്റ രീതിയിൽ മാത്രമേ കർഷക ദ്രോഹ നിലപാടുകൾ വല്ലതുണ്ടെങ്കിൽ അത് മാറ്റി മാത്രമേ നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ രൂപത്തിൽ തന്നെയാണ് ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം വന്ന പ്രശ്നം ബഫർ സോണായിരുന്നു. അതുപയോഗിച്ച് മലയോര കർഷകരെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ബഫർ സോൺ എന്ന സുപ്രീം കോടതി വിധിയുടെ പേരിൽ ഒരു കർഷകനും അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ട സ്ഥിതി ഗവൺമെന്റ് ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തില്ല. ആ ഉറപ്പ് പാലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടും പല നിയമങ്ങൾ വന്നപ്പോഴും കർഷകരോടൊപ്പം നിൽക്കാനാണ് ഗവൺമെന്റ് താല്പര്യം കാണിച്ചത്. ഇനി അങ്ങോട്ടും ഇതിൽ മാത്രമല്ല, കർഷക താല്പര്യം സംരക്ഷിക്കുക. കാരണം ആ മേഖലയിലെ ജീവനാഡിയാണ് കർഷക സമൂഹം. അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു, ജീവന് നാശനഷ്ടം ഉണ്ടാകുന്നു. അങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അവർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുക സ്വാഭാവികമാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. ആ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ആരുടെ
സർക്കാർ തിടുക്കവും കാട്ടിയിട്ടില്ല, കയ്യും പൊള്ളിയില്ല. സർക്കാർ എത്ര അവസരം കൊടുത്ത്, ഇപ്പം പരാതി കൊടുക്കാൻ സമയം വേണമെന്ന് എടുക്കാം. അപ്പോൾ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ടൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ജനങ്ങളുടെ അഭിപ്രായം കാരണം ഇനിയും സമയമുണ്ട് വേണമെങ്കിൽ. പക്ഷേ ഇനി നമ്മളൊരു നിയമസഭയിലേക്ക് പോകുമ്പോൾ പുതിയൊരു റേറ്റ് പോകേണ്ടതില്ല. അത്യാവശ്യം പാസ്സാക്കേണ്ട കുറേ ബില്ലുകളുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള ബില്ലുകൾ പാസ്സാക്കുന്ന വരണം. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർഷക വിരുദ്ധ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെ രാഷ്ട്രീയമായി തന്നെ കാണേണ്ടതും തീരുമാനിക്കേണ്ടതും. അല്ല, കേരള കോൺഗ്രസ് എം അടക്കം ഈ ഒരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നു. അപ്പോൾ അവരും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോ? അവർക്കുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയതര സംഘടനകളെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികളല്ല. രാഷ്ട്രീയ പാർട്ടികൾ ജനകീയ ആവശ്യങ്ങൾ മുൻനിർത്തി സമരം ചെയ്യുന്നതിനോട് ഒട്ടും അസഹിഷ്ണുയില്ലാത്തൊരു ഗവൺമെൻറ്റാണ് എൻ്റെ ഗവൺമെൻറ്. ഞാനും അങ്ങനെയാണ്. തീരുമാനം പിൻവലിച്ചതിന് കേരള കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് നേതാക്കൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടോ? പറയുന്നതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എന്നും പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അതിനുവേണ്ടി ശ്രമിച്ചവർക്ക് ഞങ്ങൾ ശ്രമിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് LDFന് ഒരു ദോഷവും സംഭവിക്കുമല്ലോ. കേരള കോൺഗ്രസിനൊരു മൈലേജ് ഉണ്ടാകുന്നത് LDFന് ശക്തിയല്ലേ ഉണ്ടാകുക. അപ്പോൾ അതവർ ശ്രമിക്കുന്നത് നല്ലതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. ഇത് പൂർണ്ണമായിട്ടും പിൻവലിക്കുകയാണ് അതോ ഇത് എങ്ങനെ നടപ്പാക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. നാളെ ആവശ്യമാണോ അല്ലേ എന്നുള്ളത് നാളെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ആ ബില്ലുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. അത് കർഷക സമൂഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഗവൺമെൻറ്റിന് വേണ്ടി നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പ് പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കുക. സർക്കാരിന്റെ നിലപാട് കൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ താങ്കൾ വളരെ ശക്തമായിട്ട് ഈ വനനിയമ ഭേദഗതി അനുകൂലിച്ചിരുന്നല്ലോ. കാരണം ഈ സഭാ നേതാക്കന്മാരെയൊക്കെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന അതെ, ആ തെറ്റിദ്ധാരണ നീങ്ങിയിട്ടില്ല. ഇനി അത്തരം തെറ്റിദ്ധാരണകൾ ഇപ്പോഴും കർഷക സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ ഒരു നിയമം, ഈ നിയമം എന്നല്ല ഒരു നിയമവും അതനുഭവിക്കേണ്ട ജനവിഭാഗങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ പാസ്സാക്കുകയുള്ളൂ. ചില ഭേദഗതികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചന്ദനം മുറിക്കാനുള്ള അനുവാദം വേണം. അപ്പോൾ അങ്ങനെ ഈ ബില്ല് മുഴുവൻ തെറ്റാണെന്ന് അവരും പറഞ്ഞില്ല. ചില നിർദ്ദേശങ്ങൾ കർഷക ദ്രോഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാനുള്ള ബാധ്യത ഒരു ജനകീയ ഭരണകൂടത്തിനുണ്ട്. ആ ജനകീയ ഭരണകൂടം ജനങ്ങളുടെ ഇംഗിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. സാറേ, കർഷക വിരുദ്ധ ഗവൺമെന്റ് ആണെന്നുള്ള ഒരു ഗൂഢാലോചന, ഈ ഗൂഢാലോചന നടത്തിയതിന് പിന്നിൽ ആരാണെന്നാണ് പറയുന്നത്? അത് ഞങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നാണം കെട്ട് വനഭേദഗതി പിൻവലിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഈ 2013 ബില്ല് പിൻവലിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? 2013 ഒരു ബില്ല് കേരള നിയമസഭയ്ക്ക് മുമ്പാകെ വന്നിരുന്നല്ലോ. ആ ബില്ല് പിൻവലിക്കേണ്ടി വന്നത് നാണം കെട്ടിട്ടാണോ അഭിമാനത്തോടു കൂടിയാണോ? അതവർ പറയട്ടെ. കേരള കോൺഗ്രസിന്റെ മൈലേജ് ഏതായാലും അല്ല, കേരള കോൺഗ്രസിന് മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കക്ഷിക്ക് ജനപിന്തുണ കൂടുന്നു എന്നുള്ളത് LDFന്റെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനല്ലേ സഹായിക്കുള്ളൂ. അതിനെന്തിനാണ് ഞങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത്? LDFന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കരുതെന്നും ശക്തിപ്പെടരുതെന്നും ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ അകത്ത് ഉത്കണ്ഠയുണ്ട. അവരോട് ഇപ്പോൾ ഞാനെന്ത് പറയാനാണ്? നിങ്ങളങ്ങനെ ഉത്കണ്ഠപ്പെട്ടോ എന്ന് പറയാന്നല്ലാതെ. ഈ വനനിയമ ഭേദഗതിയും NCP മന്ത്രിത്തർക്കവും ഒക്കെ തലവേദനയാണോ ആർക്ക്? അയ്യോ, അങ്ങനെ ഒരു തലവേദനയുണ്ട്. കാരണം ഇതൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടിയും ഗവൺമെൻറ്റും ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാനുള്ള അത്യാവശ്യം ആത്മവിശ്വാസമൊക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ വേളം വെക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വന്യജീവന് കഴിഞ്ഞ 4 കൊല്ലത്തെ കണക്കെടുത്ത് നോക്ക്. വന്യജീവി ആക്രമണത്തിന് മൂലം കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിൽ ഈ കൊല്ലം 2024-25 കൊല്ലം 57 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ 50 പേര് അതിന് മുമ്പത്തെ 84, 110, 120, 170 അന്നൊന്നും ഇത്ര വലിയ ബഹളം കണ്ടില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. 120 ആളും 110 ആളും മരിച്ചപ്പോൾ അത് പറഞ്ഞാൽ ഒരാൾ മരിക്കാൻ പാടില്ല. ഒരാൾ മരിച്ചാൽ പോലും എന്താണ്? അതെ, അത് ഗുരുതരമാണ്. ഒരാൾ പോലും മരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ കണക്ക് പറയാത്തത്. പക്ഷെ അതിലെന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംഭവിച്ച 908 മരണങ്ങളിൽ 564 മരണങ്ങളും പാമ്പ് കടിയേറ്റാണ്. ശരി, സംസ്ഥാന സർക്കാർ വനനിയമ ഭേദഗതി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി വിശദീകരണം നൽകുകയായിരുന്നു. മലയോര മേഖലയിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു ഭേദഗതിയും നടപ്പാക്കില്ല. സർക്കാർ എന്നും മലയോര നിവാസികൾക്കൊപ്പമാണ്. ആശങ്കകൾ പരിഹരിച്ചതിനു ശേഷം മാത്രമേ എന്ത് ഭേദഗതിയാണെങ്കിലും എന്ത് നിയമമാണെങ്കിലും അതുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുമാണ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത്.